നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റിനെ കുറിച്ച് വീഡിയോസും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ബ്രോ ഏണിങ്സ് കിട്ടിയോ, അതുപോലെ സബ്സ്ക്രൈബറിന്റെ പ്രൂഫും ഒക്കെ അതൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട്. വെബ്സൈറ്റ് എങ്ങനെയാണ് ആടാക്കുന്നത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കണോ, അവരുടെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്നത്തെ ബ്രാൻഡ് പോകുന്നത്. അതുപോലെ തന്നെ സ്ക്രാച്ചിന്റെ എങ്ങനെ നമുക്ക് ഒന്നുകൂടെ പിൻട്രസ്റ്റ് ഏണിങ്സ് റൈറ്റ് ആക്കാൻ പറ്റും, എങ്ങനെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കേണ്ട പറ്റും, അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് മെന്റർഷിപ്പ് ഗ്രൂപ്പുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചാനലിലെ ബയോ ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെയായിട്ട് അത് ഞാനായിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രോയിങ് ആളെ ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് ഡൗട്ടൊക്കെ ചോദിക്കേണ്ട പറ്റുന്നതായിരിക്കും. സോ ഡൗട്ട് കാണിച്ച് ചോദിക്കേണ്ട മറക്കണ്ട. നമുക്ക് നേരെ ഉള്ളിട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ pinterest.com എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. പിന്നെ കുറെ പേര് നമ്മുടെ പ്രൂഫും കാണാൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ കാണാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഏണിങ്സ് ഒക്കെ കിട്ടുമോ ബ്രോ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു മെന്റർഷിപ്പ് ഗ്രൂപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാർട്ട് ചെയ്ത ഏണിങ്സ് ഒക്കെ കാണിച്ചില്ല. പിന്നെ കുറെ പേര് ബ്രോയുടെ ഏണിങ്സ്. സോ ഞാനിവിടെ ചെയ്യുന്നത് അതായത് നമ്മൾ പിൻട്രസ്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക് കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അതായത് പിൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഏണിങ്സ് കിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ മെന്റർഷിപ്പ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെന്റർഷിപ്പ് സെക്ഷനിൽ പോയാലും വിൻ സെക്ഷനിൽ പോയാലും കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രൂഫാണ്. ഏകദേശം 11K ഒക്കെ ആയിട്ടുണ്ട്, 3 ദിവസം ആയിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇംപ്രഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ സ്ക്രോൾ ചെയ്താൽ ഏണിങ്സ് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ജനറേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഏണിങ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ നിങ്ങൾക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നിങ്ങൾക്കും സെറ്റ് ആവാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഒരു മെത്തേഡിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, പിൻട്രസ്റ്റിലേക്ക് എടുക്കുക. പിൻട്രസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അത് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. ഓക്കെ, സോ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്താണ് ഞാൻ ലോഗിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ലോഗിൻ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മുടെ അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ടിലേക്ക് ആക്കുക. ഓക്കെ, സോ ബിസിനസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഇന്റർവ്യൂസ് വരുന്നത്. അപ്പൊ ഞാനിവിടെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പബ്ലിഷർ, മീഡിയ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പൊ കാണാൻ പറ്റും ബിസിനസ് ഓർ ബ്രാൻഡ് നെയിം. നമ്മുടെ ബ്രാൻഡ് നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, വെബ്സൈറ്റ് നെയിം ഇവിടെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രാൻഡ് നെയിം കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. സോ ഇവിടെയാണ് ഒരുപാട് ഫ്രണ്ട്സിന് മിസ്റ്റേക്ക് വരുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അല്ല നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഏണിങ്സിന് മാത്രമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റ് എന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതായത് ആമസോണിൽ കയറിയിട്ട് ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഓക്കെ, സോ എന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. സോ അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഈ ഒരു പിൻട്രസ്റ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് സെറ്റ് ആവുന്നതായിരിക്കും. ഇത് മെയിൻ വെബ്സൈറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ റാൻഡമായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൊഡക്റ്റ് ലിങ്ക് ആണ്. ഓക്കെ, എന്റെ അഫിലിയേറ്റ് ലിങ്ക് ഒന്നുമില്ല, ഞാൻ പ്രൊഡക്റ്റ് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സോ എനിക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ല നിങ്ങൾ റാൻഡമായിട്ട്, അതായത് നിങ്ങൾ ജസ്റ്റ് ഏണിങ്സിന് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണൊക്കെ റേറ്റ് ഏകദേശം പ്രോഡക്റ്റിന്റെ റാൻഡമായിട്ട് ലിങ്ക് എടുത്തിട്ട് ഇവിടെ കോപ്പി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബിസിനസ് കോഴ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. എനിക്ക് ഓൺലൈൻ സെയിലിംഗ് ഇൻക്രീസ് ആക്കണം. നമുക്ക് 3 കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ബ്രാൻഡ് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഹോം അതുപോലെ ഫാഷൻ കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ഫാഷൻ കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്തൊക്കെ ഫാഷനാണ്. ഓക്കെ, അതായത് കുറച്ച് ഇംപ്രഷനെ കൂടി കിട്ടിയത് ഫാഷനാണ്. നമ്മൾ ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തൊരു ഇന്റർവ്യൂസിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇവിടെ കാണാം നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. എൻ്റെ സ്റ്റോറിങ് കാണാൻ പറ്റുന്നതായിരിക്കും, അതായത് എൻ്റെ പ്രോഡക്റ്റ് പ്രൊഫൈലും കാണാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇനി അക്കൗണ്ടൊക്കെ ആഡാക്കാൻ പറ്റും. ഒരേ സമയം നിങ്ങൾക്ക് ഇഷ്ടംപോലെ അക്കൗണ്ടൊക്കെ ആഡാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ സെഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ അപ്ലോഡ് ആക്കിയ സംഭവങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഈ ഒരു അക്കൗണ്ട് അതായത് ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ അധികം ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫാഷൻസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ എന്താണ് ഇഷ്ടം, അതായത് നിങ്ങളിപ്പോൾ എന്താണ് കൊടുത്തത് ആ ടൈപ്പ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ചേഞ്ച് ഒക്കെ വരുത്താനായിട്ട് പറ്റും. ജസ്റ്റ് താഴെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ പറ്റും, ആഡ് അക്കൗണ്ട് കാണാൻ പറ്റും, സെറ്റിംഗ്സ് അതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ,
ഇപ്പം നെറ്റ് കുറച്ച് ഇഷ്യൂ ആണ് അവിടെ ഇങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ നെയിം മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ DP മാറ്റാൻ പറ്റും, അതുപോലെ പലരുടെ സംഭവം വെബ്സൈറ്റ് നെയിം മാറ്റാൻ പറ്റും, അതെല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് അപ്ലോഡ് ആക്കാനുള്ളത്. ഓക്കെ, സോ ഒരുപാട് ഫ്രണ്ട്സിന് ഡൗട്ട് ഉണ്ട്. വെബ്സൈറ്റിന്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. വെബ്സൈറ്റിന്റെ കാര്യം സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ആമസോണിൽ കയറിയ ശേഷം റാൻഡമായിട്ട് വെബ്സൈറ്റ് എടുത്താൽ മതി. അതായത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വെച്ചിട്ട് റാൻഡമായിട്ട് ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം അപ്ലോഡ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഇംപ്രഷൻസും ട്രാഫിക് കൂടുന്തോറും ആൾക്കാർ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാഷൻസും അതുപോലെ തന്നെ ഗാഡ്ജറ്റ് ആണ് എൻ്റെ ഈ സ്റ്റോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സ്റ്റോർ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതുപോലുള്ള പ്രോഡക്റ്റ് ഇവിടെ അപ്ലോഡ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ പിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റും, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പിക്കാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ആമസോൺ സ്റ്റോറിൽ കയറിയിട്ട്, അതായത് ആമസോണിൽ കയറിയിട്ട് ഞാനൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി ഇടണം. എന്നാലേ മാത്രമേ നമുക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി ഇട്ടേക്ക്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്തതിനു ശേഷം വീഡിയോ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക. സിമ്പിൾ ആണ്, ഒറ്റ ദിവസം തന്നെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ബാഗി പെന്നെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ ചേഞ്ച് വരുത്തണം. ഓക്കെ, ഇതിനെ ചേഞ്ച് വരുത്താനായിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇതിനെ ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ നേരെ ജെമിനി എടുത്താണ് പോകുന്നത്. ജെമിനി ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് നേരെ എടുത്ത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരുത്താം. ഓക്കെ, നമ്മുടെ രീതിയിലൊന്ന് മാറ്റവും കാര്യങ്ങളൊക്കെ വരുത്തുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അതായത് ഞാൻ എടുത്ത ആ ഒരു ബാഗിയുടെ ജീൻസ് ഞാനിവിടെ ഈ നമ്മുടെ ജിമ്മിനെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്ലോഡ് ഇനി നമ്മൾ ഇഷ്ടം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്താണ് ചേഞ്ച് വരുത്താനുള്ളതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ ജെമിനെ നമുക്ക് ആ ഒരു പടം തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതാ ഈ ഒരു വാട്ടർമാർക്ക് മാറ്റണം. സോ ഞാൻ വാട്ടർമാർക്ക് ഇപ്പോൾ മാറ്റി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, പിക്സാർട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ഇവിടെ അല്ലാതെ ഡൗൺലോഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം ഡയറക്റ്റ് ഡൗൺലോഡ് ആക്കാൻ പറ്റും, പക്ക ക്വാളിറ്റി ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് ഇതിൻ്റെ പേര് വേണം. പേര് അതുപോലെ തന്നെ ഇപ്പം കാണിച്ച് നമ്മൾ പിൻട്രസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്രിയേറ്റ് പിൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ കാണാനായിട്ട് പറ്റും. നമ്മുടെ പിന്നിൻ്റെ പിക്ക് ഇവിടെ അപ്ലോഡ് ആക്കാൻ പറ്റും. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ലിങ്ക് അതൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ബ്രാൻഡ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടാഗൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇവിടെ നമുക്ക് വേണ്ടത് ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, നമ്മുടെ ടാഗ് വേണം, എല്ലാ സംഭവം വേണം. സോ നമുക്ക് നേരെ ജെമിനെ എടുക്കാം. അതിന് ജെമിനയോട് ചോദിക്കാം. ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റിന് ആവശ്യമാണ്. നമുക്ക് എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റിലും എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈൽ എടുക്കാനുള്ള ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, അവിടെ ചെന്ന് പേസ്റ്റ് ചെയ്യുക, എത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പിൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഒരു പിൻ അപ്ലോഡ് ആക്കണം. നമ്മളിവിടെ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് നേരെ ഇവിടെ നിന്ന് അപ്ലോഡ് ആയി കൊടുക്കും. ഓക്കെ, നമുക്ക് എത്ര ആടാക്കാൻ പറ്റും, പക്ഷെ അത് കോളേജ് സ്റ്റൈലാണ് കിടക്കുന്നത്. സോ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ജെമിനി ഉണ്ട്, ജെമിനി നിങ്ങൾക്ക് റിമൂവ് ആയി കളയാണ്ട് പറ്റുന്നതായിരിക്കും. സോ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് റിമൂവ് ആക്കുന്നില്ല. ഇനി നമുക്ക് നേരെ ഡിസ്ക്രിപ്ഷൻ എടുക്കാം, അതിനുശേഷം ലിങ്ക് കാണാൻ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആണ് അതൊക്കെ നിങ്ങൾ പ്രോഡക്റ്റ് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ കോപ്പിയാണ്, നിങ്ങൾക്ക് അതിനെ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നേരെ പിൻട്രസ്റ്റ് എടുക്കുക, ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ടോപ്പിക്ക് മെയിൻ ആണ്. ഓക്കെ, അതൊക്കെ ഒരുപാട് പേര് ചെയ്യാത്തതാണ്. ടോപ്പിക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ജെമിനി കുറെ ടോപ്പിക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മെൻസ് ഫാഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മിനിമൽ, അങ്ങനെ കുറെ സംഭവം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ടാഗാണ്. പക്ഷെ നമുക്ക് നോക്കാം അതൊക്കെ ഉണ്ടോ ഇല്ലേ, നമുക്ക് നോക്കാം. കുറെ കാണില്ല. ബാഗിൽ നിന്ന് അടിച്ചു നോക്കാം, ബാഗിൽ ചിലപ്പോൾ വരും. ഓക്കെ, ബാഗിൽ നിന്ന് അടിച്ചു കൊടുക്കാം. സോ ബാഗിൽ വന്നിട്ടില്ല. ഓക്കെ, സോ വന്നിട്ടുണ്ട്. ക്ലോത്ത്സ് വന്നിട്ടുണ്ട്, ഫാഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതായത് ഇപ്പം ഞാനിപ്പോൾ ബാഗ് അടിച്ച് വന്നിട്ടുള്ളത് ക്ലോത്ത്സ് അതുപോലെ തന്നെ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് എല്ലാം ടാഗായി കിടക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും അടിച്ചു നോക്കുക, അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് സഹായത്തോടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഇത്ര പിന്നെ ഒരു 10 പിൻ അപ്ലോഡ് ആക്കിയാൽ 10 ലിങ്ക് കൊടുക്കരുത്. ഒരു 5 ലിങ്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3 ലിങ്ക് കൊടുത്താൽ മതി. കാരണം നിങ്ങളുടെ പിന്നെ നിങ്ങൾ എത്രമാത്രം അപ്ലോഡ് ആകുന്ന അത്രയും നല്ലതാണ്. പക്ഷെ നിങ്ങൾ എല്ലാത്തിലും ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് ഡിസേബിൾ ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നേരെ പബ്ലിഷ് കൊടുക്കാം. ഓക്കെ, സോ പബ്ലിഷ് ആയതിനോട് കാണാൻ പറ്റും നമുക്ക് സെറ്റ് ആയതിനോട്. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് സംഭവം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡെയിലി ഇങ്ങനെ പിൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ ഇത്ര മാത്രമുള്ള മെയിൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ.
നമ്മുടെ പിന്നും കാര്യങ്ങളൊക്കെ അപ്ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പിന്നാക്കിയ സംഭവം കൂടെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. സോ മാക്സിമം നിങ്ങൾ എന്താണ് ഡെയിലി നല്ല രീതിക്കുള്ള പിൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ കിട്ടുള്ളൂ. സോ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കൺസിഡറായിട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു 5 പിൻ അപ്ലോഡ് ആക്കി നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും മെന്റർഷിപ്പ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമുണ്ട്. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും നന്ദിയുണ്ട്. അതുപോലെ തന്നെ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, അതിനുശേഷം അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നമ്മുടെ പിൻട്രസ്റ്റ്, ഓക്കെ, ഞാൻ വേറൊരു കാര്യം കാണിച്ച് മറന്നുപോയതാണ്. ജസ്റ്റ് പിൻട്രസ്റ്റ് ട്രെൻഡ്സ് അടിക്കുക. ഓക്കെ, ട്രെൻഡ്സ് അടിക്കുക. അപ്പോൾ ഇതൊരു വെബ്സൈറ്റ് വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഷോപ്പിംഗ് അതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഇപ്പോൾ നെറ്റ് കുറച്ച് ഇഷ്യൂ ആണ്, കാണാൻ പറ്റും. ഇപ്പം എന്താണ് ട്രെൻഡിങ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, കണ്ടന്റ് സെലക്ട് കൊടുക്കാൻ പറയുന്നുണ്ട്, US ആണ്, അത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ കാണിക്കാൻ പറഞ്ഞതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പൊ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിൻസ് ഒക്കെ അപ്ലോഡ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡെയിലി എത്ര മാത്രം പിൻസ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ആക്കാം. ബട്ട് പിൻസ് അപ്ലോഡ് ആക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും നമ്മുടെ ലിങ്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് എല്ലാത്തിനും നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 10 പിൻ അപ്ലോഡ് ആക്കുമ്പോൾ ഒരു 3 4 കൊടുത്താൽ മതി. അതാണ് സേഫ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് എത്രമാത്രം എൻഗേജ് ആവും അത്രമാത്രം ആൾക്കാർ വിസിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പിൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ലിങ്കിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു റേഷ്യോ വെച്ചങ്ങ് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. സോ കൺസിഡേർഡ് അപ്ലോഡുകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഇതിലും വെച്ചാൽ അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.